ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര മാക്സിമം രേവതിനെ കുറ്റം പറയാവുന്ന സ്ഥലത്തൊക്കെ കുറ്റം പറയാൻ ശ്രമിക്കുകയും നമ്മുടെ രേവതിനെയും സച്ചിനെയും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറ്റണമെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. നമ്മുടെ രവീന്ദ്രനെ നന്നായിട്ട് അറിയാം. ആ പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ഇന്ന് പെട്ടിയിൽ കിടന്നേനെ. ഇപ്പം നിനക്കെന്നെ കാണാൻ പോലും കിട്ടത്തില്ലായിരുന്നു. രേവതി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അവള് തന്ന ജീവന ഇപ്പം എൻ്റെ ഈ ഹൃദയത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര പിന്നെ അവള് തന്നെ ജീവൻ മണ്ണാങ്കട്ട, നിങ്ങളൊന്ന് പോയേ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് കയറി അങ്ങ് കിടക്കുക. എന്നിട്ട് പറയുമോ ഏതായാലും ഒരു റൂം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് കിടക്കാന്ന്. അപ്പൊ റൂം കിട്ടിയ സന്തോഷത്തിലാണ്. ഇത്രയും നാളോ റൂമില്ലായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്. പിന്നെ റൂം കിട്ടിയില്ലോ. അപ്പൊ അതിനോടൊപ്പം നമ്മുടെ രവീന്ദ്രൻ പറയുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോ എനിക്ക് അസുഖം വന്നാലെന്താ, നിനക്ക് റൂം കിട്ടിയില്ലോ, അത് മതിയല്ലോ നിനക്ക്. രവിയേട്ടാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അസുഖമെന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? നീ വിഷമിക്കും എനിക്കറിയാം നീ വിഷമിക്കുന്ന. എൻ്റെ പൊന്നി ചന്ദ്ര കയറി കിടക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്ര കയറി കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വർഷനെ സമാധാനിപ്പിക്കാൻ പോയിട്ടുണ്ടല്ലോ. അപ്പം വർഷയാണെങ്കിൽ പിണങ്ങി മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണപ്പോഴത്തേക്കും വർഷയോട് എന്ന് പറയുന്നുണ്ട്, വർഷ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നീ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ നീ ചെയ്യുന്നത്? നീ ചെയ്ത് തെറ്റ്, അത് ഞങ്ങളെല്ലാം പറഞ്ഞു. അതിനെന്താ നിനക്ക് പ്രശ്നം ഇരിക്കുന്നത്? തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ തെറ്റ്, എന്ത് തെറ്റ്? ഞാൻ തെറ്റൊന്നും അല്ല ചെയ്തത്. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്തു, അങ്ങനെ പറഞ്ഞാൽ പോരെ. അല്ലാതെ ഇതിന് തെറ്റെന്നൊന്നും അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് തെറ്റ്, അറിയാതെ ചെയ്യുന്നതേ തെറ്റൊന്നുമല്ല. ആരാ വർഷ പറഞ്ഞത്? അറിയാതെ ചെയ്യുന്നതും തെറ്റൊക്കെ തന്നെയാണ്. പിന്നെ നീ മനസ്സറിഞ്ഞല്ല ചെയ്തതെന്ന് മാത്രം. ഏതായാലും തെറ്റ് അംഗീകരിക്കാൻ ഉള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നല്ല മനസ്സുള്ളവർക്കേ അതൊക്കെ കാണത്തുള്ളൂ. നീ പിന്നെ അങ്ങനെയാണല്ലോ, നീ പിടിച്ച പോയിൽ ഇത്ര കൊമ്പെന്നാണല്ലോ നിനക്ക്. അതുകൊണ്ട് നീ തെറ്റിട്ട് അംഗീകരിക്കത്തുമില്ല. പിന്നെ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് ഞാൻ പറയുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്നതാ, നിങ്ങളുടെ സച്ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞപ്പം അവരുടെ കൂടി എന്നെ വഴക്ക് പറയാനല്ലേ കൂടിയത്? അല്ലാതെ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ഭാര്യനെ മറ്റൊരാൾ വഴക്ക് പറയുമ്പോഴത്തേക്കും ഒരു ഭർത്താവ് നോക്കി നിൽക്കുക വെറുതെ, എന്നിട്ട് കുറ്റം പറയാൻ കൂടുക. എല്ലാവരും കൂടെ എന്തായിരുന്നു, എന്നെ അങ്ങോട്ട് വറച്ചട്ടിയിലിട്ട് വറുത്ത് പോരുമല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, എടി ഞാൻ പറഞ്ഞല്ലോ നീ ചെയ്തത് തെറ്റ്, നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഡോക്ടറേറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അറിയാൻ. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്നൊക്കെ പഠിക്കുന്നതൊക്കെ തന്നെയാ. ഇതടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാകും, ഇത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്നൊക്കെ. അതൊക്കെ ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ലേ? നിനക്കിതൊന്നും അറിയാത്തത് അത് നിന്റെ കുഴപ്പം തന്നെയാണ്. ലോക വിവരമില്ല. പിന്നെ ഈ ഡബിങ് ആർട്ടിസ്റ്റായി എനിക്ക് ലോക വിവരമില്ലെന്ന് അത് ശ്രീകാന്ത് അല്ലാതെ വേറെ ആരും പറയില്ല. എൻ്റെ പൊന്നു ശ്രീകാന്ത്, എന്നെ വിട്ടുപിടി. ഞാനേ പറഞ്ഞല്ലോ, ഞാൻ അച്ഛനോട് സോറി പറഞ്ഞല്ലോ, അവിടെ വിഷയം തീർന്നല്ലോ, അതുകൊണ്ട് എന്നെ വിട്ടുപിടി എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും വിട്ടുപിടിക്കാനോ? അതെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് നിനക്കിട്ടൊരു അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് അടിക്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഒരു ബാറ്റോ എന്തോ കണ്ടെടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ട് ഞാൻ ശ്രീകാന്തെ തിരിച്ചടിച്ചിരിക്കുന്നു പറഞ്ഞു. അത്രയ്ക്കായോ? എനിക്ക് പിന്നെ ഒന്ന് കാണണല്ലോ. ശ്രീകാന്തെ, എന്നെ അറിയാമല്ലോ, എനിക്ക് ദേഹം നൊന്ത് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നൊന്നും നോക്കത്തില്ല, ഞാൻ അടിക്കും. അത്രയ്ക്കായോ? അത്രയ്ക്കായി, എങ്കിൽ പിന്നെ ഒന്ന് അടിച്ചു നോക്ക്. ശ്രീകാന്തിന്റെ കയ്യിലിരിക്കുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസവും കൂടെ ഒന്ന് ശ്രീകാന്ത് നോക്കിക്കോ. ഇത് വെച്ച് ഒരെണ്ണം തന്നാണ്ടല്ലോ ശ്രീകാന്ത് അവിടെ കിടക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു വർഷേ നാമിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ആ കയ്യിലിരുന്ന സംഭവം കളഞ്ഞിട്ട്, എന്താണെന്നറിയത്തില്ല, എന്തൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. അപ്പൊ നമ്മുടെ വർഷയെ കളഞ്ഞിട്ട് എന്താ ഭയം ഇറക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ കട്ടിലിൽ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പുറകിൽ കൂടി ഇങ്ങനെ കൈയൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ
വർഷയുടെ തോളി പിടിക്കുന്നു. അപ്പോൾ വർഷ ഇങ്ങനെ കൈ തട്ടി മാറ്റുന്നു. വീണ്ടും 2-3 പ്രാവശ്യം വന്നപ്പോൾ വർഷ അങ്ങോട്ട് വീട് കേട്ടോ. നമ്മുടെ ശ്രീകാന്തിൻ്റെ സോപ്പിലങ്ങ് പതഞ്ഞു വർഷ. ഏതായാലും അവർ തമ്മിൽ പിന്നെ അങ്ങനെ നേരെ ബെഡിലേക്ക് കിടക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയല്ല രേവതി രവീന്ദ്രന് ചായ എടുത്തു കൊടുക്കണം. അപ്പം ചായ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രവീന്ദ്രന്റെ ഫോൺ ബെല്ലടിച്ചു. രവീന്ദ്രന്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ മോളെ രേവതി ആ ഫോൺ എടുത്ത് ആരാ നോക്കിയെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അതേ അച്ഛമ്മയെ വിളിക്കുന്നത് ആണോ, എങ്കിൽ പിന്നെ മോള് തന്നെ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോടെ ഹലോ അച്ഛമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പം ഇതാര് രേവതി മോളോ, മോള് എന്നാ ഉണ്ട് വിശേഷം, അവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. പിന്നെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ മാലയും കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ഓ എന്നാലും എൻ്റെ സച്ചിമോന് വന്ന മാറ്റം സമ്മതിച്ചു തന്നിരിക്കുന്നു രേവതി, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതുപോലെ ഒരു കെട്ടിയവനെ കിട്ടാനേ പുണ്യം ചെയ്യണം, പുണ്യം. അതുപോലെ ഒരുത്തനെയാണ് ഞാൻ നിന്റെ കൈ പിടിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നുപോലെ നോക്കിയേക്കണേ എന്നൊക്കെ പറയണം. അപ്പൊ ഇതിനിടയിൽ എന്തിയെ രവീന്ദ്രൻ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ രേവതി പറഞ്ഞത് അത് പിന്നെ അച്ഛന് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു മോളെ പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താ പറയുക വിഷമം വരില്ല, അതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതി പെട്ടെന്ന് അത് പിന്നെ അച്ഛന് ഇവിടെ ഉണ്ട് എന്നിങ്ങനെ ആക്കി തീർത്തു. അപ്പോഴത്തേക്കും അല്ലല്ലോ രേവതി നീ എന്താ പറയാൻ വന്നത്, രവീന്ദ്രൻ എന്താ പറ്റിയത് എന്നിങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി വന്നിട്ട് ഫോൺ അങ്ങ് പിടിച്ചു മേടിച്ചിട്ട് അമ്മേ അച്ഛന് ഒരു കുഴപ്പമില്ല അമ്മേ, അച്ഛനെ ചെറിയൊരു പനി വന്നു, അതാ രേവതി പറയാൻ തുടങ്ങിയത്. പനിയോ? ചെറിയൊരു പനി, ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയൊന്നുമില്ല, ഇവിടെ മരുന്നൊക്കെ കഴിച്ച് അച്ഛനങ്ങ് ഭേദമായി. സത്യമാണോ നീ പറയുന്നത്, അതോ എന്നിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ മറയ്ക്കുന്നുണ്ടോ? രവീന്ദ്രനെ സീരിയസ് ആയിട്ട് ഹേയ് അച്ഛന് ഒരു പ്രശ്നമില്ല, അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വേണേ അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പൊ രവീന്ദ്രന്റെ കൈ കൊടുത്തപ്പോഴത്തേക്ക് അച്ഛമ്മ ചോദിച്ചു മോനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോനെ നിനക്ക്? എനിക്ക് എന്ത് പ്രശ്നം, ഞാൻ ഇവിടെ ആരോഗ്യപൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട്, എനിക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടുത്തെ സന്തോഷം എന്താണെന്ന് നമ്മെ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു നിന്റെ മോനെ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. നിന്റെ മോനാരാ, അല്ലെങ്കിലും അവനാരാ, ഞാനല്ലേ അവനെ വളർത്തിയത്, അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവനുണ്ട്. പിന്നെ രേവതിക്ക് അവൻ മാല മേടിച്ചു കൊടുത്തതും ഫോട്ടോസൊക്കെ എനിക്കെല്ലാം കിട്ടി. ഏതായാലും നല്ല കാര്യം തന്നെയാ, രണ്ടുപേരും മനസ്സറിഞ്ഞ് ഒന്നുകൂടെ വിവാഹം കഴിച്ചത്. അത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. പിന്നെ ഇവിടെ കിടന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, പിന്നെയല്ലേ അമ്മയ്ക്ക്. നിങ്ങളും പോയില്ലല്ലേ, രണ്ടും കള്ളനും കള്ളിയുവാ, ആരും അറിയാതെ പോയി വിവാഹം കഴിച്ചിരിക്കുന്നു. കൊച്ചു കള്ളനും കൊച്ചു കള്ളി. എന്നിട്ട് ഇനി ആ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കണം. അതേ അച്ഛമ്മ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹോളിൽ തന്നെ ഒരെണ്ണം വെക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ അതുകൂടെ ഫ്രെയിം ചെയ്ത് വെക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുശലമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട് എന്താ പറഞ്ഞത്, ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന്? എന്ത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന്? ഇവന്റെ കല്യാണ ഫോട്ടോ ഈ ഹോളില് ഇനി ഫ്രെയിം ചെയ്ത് വെക്കണം. അല്ലാതെ തന്നെ കാണുന്നത് പോരാഞ്ഞിട്ടാണോ ഇനി ഫ്രെയിം ചെയ്ത് കൂടെ വെച്ചിട്ട് കാണുന്നത്? പിന്നെ ഒരു ഫാമിലി ഫോട്ടോയും. അന്നത്തെ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യം വരിക. പിന്നെ അന്ന് കുറച്ചൊരു സന്തോഷം ഉണ്ടായിരുന്നത് ശ്രുതിയുടെ ഇളയച്ചൻ വന്ന ആ സമയത്ത്, അല്ലാത്തപ്പം എനിക്കങ്ങോട്ട് എന്തോ അത് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വരും. ചന്ദ്രയ്ക്ക് ദേഷ്യം വരുമല്ലോ, അല്ലെങ്കിലും എൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ദേഷ്യം വരാതിരിക്കുവോ? അതെ, അവിടെ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ സങ്കടം. അതെ, അമ്മയുടെ കയ്യിലിരിപ്പ് ശരിയാകാഞ്ഞിട്ടാ. പിന്നെ ഇത് ഫ്രെയിം ചെയ്ത് വെക്കുന്നു പറഞ്ഞാൽ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കും, ആരാ ചോദിക്കുന്നതെന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി ഞാൻ ഇപ്പൊ തന്നെ ഫ്രെയിം ചെയ്യാൻ പോവാ, കൊണ്ടുപോയി ഒന്ന് ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടടിച്ച് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിലും ഇവള് പറഞ്ഞോരോന്ന് കുത്തിത്തിരിക്കുന്നതാ. ഇവള് ഒറ്റ ഒരുത്തിയായിരിക്കും, ഇവക്കായിരിക്കും ഇപ്പൊ ഇതിവിടെ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത്. ഇവള് പറയുന്നത് അനുസരിക്കുന്നു, അവൻ ഇവള് പറയുന്നത് കേൾക്കുന്നു, അവൻ ആടുന്നു. എത്ര നാളത്തേനാണോ എന്തോ ഒരു പൂക്കടയിട്ടു, ഇപ്പൊ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പുലമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ നിർത്തുന്നുണ്ടോ? നിനക്ക് ഒരു കാര്യം ചെയ്യുക, ഇവിടെ പണിയൊന്നുമില്ല, നീ ഭാമയുടെ അടുത്ത് പോ, അവിടെ ചെന്ന് 10 കുറ്റം പറ, അപ്പോഴേ നിനക്ക് സമാധാനം ആവത്തുള്ളൂ. ദേവി ചെയ്ത് ആ പെങ്കൊച്ചിന്റെ ജോലി ചെയ്തോട്ടെ, നീ എന്തിനാണ് അതിന് ഈ ശല്യം ചെയ്യുന്നത്? എന്റെ ദൈവമേ, ഇവളെത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എത്ര കിട്ടിയാലും പഠിക്കാനും പോകുന്നില്ലടി നീന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ
സച്ചി നേരെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. പിന്നെ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. സച്ചിയുടെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പം സച്ചിനെ കണ്ടതും ഇതാരും സച്ചിയോ, ഒത്തിരി നാളായല്ലോ സച്ചി കണ്ടിട്ട്, കയറി വാ എന്ന് പറഞ്ഞു. അത് പിന്നെടാ, ഞാൻ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി വന്നതാ. ദേ കണ്ടില്ലേ, എൻ്റെ കല്യാണ ഫോട്ടോയാ. ഞാൻ ഒന്നും കൂടി അങ്ങ് കല്യാണം കഴിച്ചു. അപ്പം ആദ്യ കല്യാണോ? ആദ്യം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചല്ലേ നീ? അയ്യോ, എന്നിട്ട് നീ വീണ്ടും കല്യാണം കഴിച്ചെന്നോ? എന്താ സച്ചി ഇത്? അയ്യേ, ഞാൻ വീണ്ടും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് വേറെ ആരെയല്ല, എൻ്റെ ഭാര്യനെ തന്നെ ഒന്നുകൂടെ കല്യാണം കഴിച്ചെന്നാ പറഞ്ഞത്. ഓ അങ്ങനെ, ഞാൻ പേടിച്ചു പോയി സച്ചി. ഏതായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇങ്ങനെ കാണിക്കുകയാണ്, ഫോണിൽ ഇങ്ങനെ കാണിക്കാം. അതെൻ്റെ മൊബൈലിലേക്ക് അയച്ചു തന്നാൽ മതിയിടാന്ന് പറഞ്ഞു. അവിടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കല്യാണ ഫോട്ടോയിലാണ് കേട്ടോ, കല്യാണ ഫോട്ടോ അമ്പലത്തിൽ വെച്ച് നടന്നല്ലോ ഈടെ നടന്ന കല്യാണം, അതിൽ നമ്മുടെ ശരത്തിനെ കാണാനിടയായത്. പെട്ടെന്ന് ഈ പുള്ളിക്കാരൻ, എടാ ആ ഫോട്ടോ ഒന്നും കൂടെ കാണിച്ചേടാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫോട്ടോ നോക്കിയപ്പോ അയ്യോ സച്ചി, ഇതാരാ നിന്റെ കൂടെ നിൽക്കുന്ന ഈ പയ്യൻ? അത് പിന്നെ ആരാന്നോ, അതെന്റെ അളിയൻ, എൻ്റെ ഭാര്യയുടെ ആങ്ങള. നിന്റെ ഭാര്യയുടെ ആങ്ങളെയോ? നിക്കേ, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നീ നിക്ക്, വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വേറൊരു എന്തോ ഒരു വീഡിയോ നോക്കുകയാണ്. പുള്ളിക്കാരെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും, എടാ ദേ ഇങ്ങ് നോക്കിയ, ഇയാള് തന്നെയല്ലേ ഇയാള്? അതെല്ലോ അതെ, ഈ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഏത് വീഡിയോയാ? നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് 1,50,000 രൂപ തട്ടിക്കൊണ്ട് പോകുന്ന ആ വീഡിയോ. അത് CCTV ഫുട്ടേജ് പോലീസുകാർ ഇവരുടെ കൈ കൊണ്ട് കൊടുത്തു. അപ്പൊ എന്തോ കേസ് അന്വേഷിക്കാൻ, അപ്പൊ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഈ കേസല്ല കേട്ടോ, നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് 1,50,000 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കേസൊന്നും അല്ല, വേറൊരു കേസ്. ആ ഒരു ഭാഗത്ത് എന്തോ തല്ല് കേസ് നടന്നപ്പം അതിന്റെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് അതിന്റെ ഫുട്ടേജ് കൊടുത്തത്. പക്ഷെ അതിനകത്ത് ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇത് കണ്ടപ്പോഴത്തേക്കും ആകെപ്പാടെ ഞെട്ടിപ്പോയി. എടാ ഇതെന്റെ അമ്മയാടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹെൽമെറ്റ് മാറ്റിയപ്പോഴത്തേക്കും ദേ ശരത്തും. അയ്യോ, പിന്നെ നമ്മുടെ സച്ചിയുടെ കിളി മാറിയില്ലേ, വല്ലാണ്ടായിപ്പോയി സച്ചി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ, ഇത് നീ ഇനിയിപ്പം വെച്ചോണ്ടിരിക്കണ്ട, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ, ഞാൻ ഏതായാലും ഇപ്പം വരാം, നീ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചേരെ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം ഓടുകയാണ്. എങ്ങോട്ടേക്ക്? നേരെ സച്ചി പോകുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ശരത്തിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ സച്ചി ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുമെന്ന്. അതുമല്ല, ഇപ്പം ഭയങ്കര ഡീസന്റ് ആണല്ലോ ശരത്ത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും ഒരു പ്രതീക്ഷ. അങ്ങനെ വീട്ടിൽ ചെന്നു, രേവതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ലക്ഷ്മിയും ദേവും ഉണ്ടായിരുന്നു. സച്ചി വരുന്നത് കണ്ടതും, ഇതാര്, സച്ചി മോനോ, കയറി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി വിളിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, മോനെ ഞാൻ കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല രേവതിനെ കണ്ടില്ലല്ലോ, അത് പിന്നെ രേവതിയോട് പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നാ പിന്നെ കോഫി എടുക്കാം. എനിക്കും ഇപ്പം ചായ ഒന്നും വേണ്ടമ്മേ. അല്ല എന്ത് ശരത്ത് എവിടെ പോയി? അത് പിന്നെ അവൻ കോളേജിൽ പോയി, അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായി. അല്ലെങ്കിലും അവനിപ്പം പഠിക്കാൻ നല്ല മിടുക്കനാണെന്നേ. അവൻ എല്ലാ ദിവസവും ഇപ്പം കോളേജിൽ പോകും. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട്. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഓരോന്നായി അറിഞ്ഞും അവൻ നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. അവനിപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. അവനിപ്പം നല്ലൊരു മകൻ തന്നെയാണ് എനിക്ക്. അവൻ ഇവിടുത്തെ കാര്യം എല്ലാം അറിഞ്ഞ് നോക്കിയും കണ്ടും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേവ് പറഞ്ഞു, അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവൻ പറഞ്ഞിരിക്കുക, ഇനി മുതൽ അമ്മയോട് പൂ വിൽക്കാൻ പോകണ്ടെന്ന്. അങ്ങനെ പൂ വിൽക്കാൻ പോയി കഷ്ടപ്പെടണ്ട, അവൻ തന്നെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളാന്ന്. അവനിപ്പം ഏതോ നല്ലൊരു ജോലി അവൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസ അവന് വീട്ടിലേക്ക് ചെലവാക്കുന്നുണ്ട്. അതുമല്ല, അവനിപ്പം ഒരു തല്ല് കേസിനോ വേറൊരു കേസുകൾക്കോ ഒന്നും പോകുന്നില്ല, കൂട്ടുകെട്ടുകളോ ഒന്നുമില്ല. എപ്പോഴും വീട്, ജോലി സ്ഥലം, പിന്നെ സ്കൂള്, പഠിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കറക്റ്റായിട്ട് ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവൻ നല്ല നിലയിലെത്തി കാണണമെന്ന്. ഏതായാലും അത് സാധിച്ചല്ലോ. പിന്നെ അത് മാത്രമല്ല, അവനൊരു സങ്കടമുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. അവൻ്റെ അച്ഛൻ പോയത് അവൻ കാരണമാണെന്ന്. അന്ന് ആ ബൈക്ക് മോഷ്ടിച്ച പ്രശ്നവും കാര്യങ്ങളും ഒക്കെ അറിയാലോ. അന്നാണല്ലോ എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആ ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടേ അവന് ഇപ്പം വേറെ ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ മോൻ ജീവിക്കുന്നത്. അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് എനിക്ക്. രേവതിക്കും എനിക്കും ദേവുവിനൊക്കെ ഒത്തിരി സന്തോഷമാണ്. എൻ്റെ ചെക്കന് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, അത് കണ്ടാൽ മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുക. ശരത്തിനെ ഇങ്ങനെ 100 തവണ പൊക്കി പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി, ഇനി ഇപ്പൊ ശരത്തിനെ കുറിച്ച് ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെടും, പിന്നെ വെറുതെ സങ്കടമാകും. അതുകൊണ്ട് സച്ചി എന്ത് ചെയ്തു, ആ കാര്യം അവിടെ പറയുന്നില്ല കേട്ടോ. പറയാൻ തോന്നുന്നില്ല നമ്മുടെ
സച്ചിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും എന്നറിയാം. ഏതായാലും സച്ചി അവിടെ നിന്നെങ്കിൽ പിന്നെ ഞാൻ പോവുക, ഞാൻ വെറുതെ ഈ വഴി വന്നപ്പോൾ കയറിയതാന്ന് പറഞ്ഞ് പോവുകയെന്ന് പറഞ്ഞ് പോയി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശരത്തും ശരത്തിന്റെ കൂട്ടുകാരനും കൂടെ മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്തിന്? മഹേഷിന്റെ വണ്ടി പൊക്കാൻ. ഇതുവരെ പലിശ പൈസ കൊടുത്തില്ല മഹേഷ്. അങ്ങനെ അവിടെ ചെന്ന് വണ്ടി പൊക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് വണ്ടി താക്കോല് തരാൻ പറയുന്നു. അവിടെ വലിയ പ്രശ്നമാവുകയാണ് കേട്ടോ. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, ഈ വണ്ടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഇനിയിപ്പം പലിശ തരണമെങ്കിലും ഈ വണ്ടി വേണമല്ലോ, അതുകൊണ്ട് ഈ വണ്ടി കൊണ്ടുപോയാൽ എങ്ങനെ എൻ്റെ പൊന്നു മക്കളെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, ഹാ എന്നാ പിന്നെ വണ്ടി കൊണ്ടുപോകാതെ ഒരു കാര്യം ചെയ്യാൻ, നിന്റെ കെട്ടിയോളെ കൊണ്ടുപോകാന്ന്. ഒരു ആണുങ്ങളും അത് കേട്ടോണ്ട് നിൽക്കില്ലല്ലോ. ഇത് കേട്ടതും പെട്ടെന്ന് മഹേഷ് എന്താടാ നീ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒറ്റ അടി കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ അങ്ങോട്ട് അറഞ്ചോ അടിയായിരുന്നു. നമ്മുടെ ശരത്ത് സഹിതം മഹേഷിനെ എടുത്തിട്ട് അങ്ങ് പെരുമാറി. ശരത്താണ് കൂടുതലും പെരുമാറിയത്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചിക്ക് സഹിക്കോ? സച്ചി ഇങ്ങ് വന്നപ്പോൾ ശരത്തല്ല അടിക്കുന്നത്, വേറൊരുത്തനെ അടിക്കുന്നത്. അവനെ പിടിച്ച് സച്ചി ആറഞ്ചം അങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് സഹിക്കോ? ശരത്തിന്റെ കൂട്ടുകാരനല്ലേ. ശരത്തിന്റെ കൂട്ടുകാരൻ മാത്രമല്ല, ഇപ്പം ദൈവം കൂടെയാണ് ശരത്ത്. അവന്റെ കയ്യിൽ നിന്നാണല്ലോ ഈ കള്ളത്തരങ്ങളെല്ലാം പഠിച്ചതും ഈ പൈസയൊക്കെ മേടിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരത്ത് എന്ത് ചെയ്തു? സച്ചിനെ വന്നിട്ട് അതേ തൊട്ടു പോകരുത് അളിയ, തൊട്ടു പോകരുത്, അളിയനോടെ പറഞ്ഞ് തൊട്ടു പോകരുത്, എന്തിനാ എന്റെ കൂട്ടുകാരനെ തല്ലുന്നത് എന്ന് ചോദിച്ച് ശരത്ത് അങ്ങ് വയലന്റ് ആകാൻ തുടങ്ങി. എന്താ പറയുക, വല്ലാത്തൊരു രീതി, ഈ കഞ്ചാവൊക്കെ വലിക്കില്ലേ അതുപോലെ വല്ലാത്തൊരു രീതിയാകാൻ തുടങ്ങി. സച്ചി വിട്ടു കൊടുക്കുക. സച്ചി ആ കൈ പിടിച്ചങ്ങോട്ട് ഒറ്റ തിരി കൊടുത്തില്ല, ഒന്നൊന്നര തിരിയായിരുന്നു കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇപ്പം എല്ലാവരും കാത്തിരിക്കുക. അടുത്ത നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. അതുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.